ജീവേശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധിവിദ്യാധര ശിവശരവേ ഗുരവേ നമഃ. ഓം നമോ നമഃ സമ്പ്രദായ പരമഗുരവേ. സ്നേഹമുള്ളവരെ, നമ്മുടെ സുബ്രഹ്മണ്യ ഭഗവാനെ കുറിച്ച് മഹാഗുരു എഴുതി തന്നിരിക്കുന്ന ഈ കീർത്തനത്തിൻ്റെ 20 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അനവധി ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു വന്നത്. ഒരു പഠന ക്ലാസിൻ്റെ അന്തരീക്ഷം നിലനിർത്തുന്നതിന് നമ്മൾ പഴയ പാഠഭാഗങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് ആരംഭിച്ചതെങ്കിലും നിങ്ങളാരും അതെന്നെ ഓർമ്മിപ്പിക്കാറുമില്ല. ഇപ്പോൾ കേവലം ഒരു പഠനം എന്നുള്ള ഒരു പ്രഭാഷണം പോലെയായി മാറിയോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. എന്നാലും നമ്മളെല്ലാവരും ഈ പഠനത്തിൽ ഉള്ളവര് വളരെ ശ്രദ്ധാലുക്കളാണ്, വളരെയേറെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പഠനത്തെ ഒന്ന് വിലയിരുത്താൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഒരാൾ മാത്രം വിചാരിച്ചാലും നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പഠനത്തിലേക്ക് നമ്മൾ പോകാത്തത്. പിന്നെ ആൾക്കാരുടെ എണ്ണം കുറയുമ്പോഴും നമുക്കൊരു ചെറിയ ഇതൊക്കെ തോന്നുകയും ചെയ്യും. അങ്ങനെയും കൂടെ ഒക്കെ സംഭവിച്ചു പോയി. അത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് 21ാമത്തെ ശ്ലോകം ചൊല്ലാം. ആർക്കെങ്കിലും എൻ്റെ കൂടെ ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചൊല്ലുക. ബാലേന്ദു ബിംബമൊരുപോലെ നിരന്നതിനുമേലെ കുരുൾ നിരയും അപ്ചൊപ്പോലെ മിളത്തിലക തിലകമാലേയ കുങ്കുമം കുങ്കുമമയം ആലേപകാന്തി വടിവും ചാരേ കലർന്നതി വിശാലേ മഹൽപ്പളനി ശൈലേശനായ ഭഗവൽ ഭാലേ വസിക്കിൽ മതിയാലേ വരും ശമനമാലേതുമില്ല മനമേ. നമ്മള് 21ാമത്തെ ശ്ലോകമാണ്. ബാലേന്ദു ബിംബമൊരുപോലെ നിരന്നതിനു മേലെ കുരുൾ നിരയും അപ്പോലെ മിളത്തിലകം ആലേയ കുങ്കുമമയം ആലേപകാന്തി വടിവും ചാരേ കലർന്നതി വിശാലേ മഹൽ പളനി ശൈലേശനായ ഭഗവൽ ഭാലേ വസിക്കിൽ മതിയാലേ വരും ശമനമാലേതുമില്ല മനമേ. ഭക്തി കൊണ്ട് നമ്മുടെ മാനസത്തെ എത്രമാത്രം ശക്തിപ്പെടുത്താം, എത്രമാത്രം ശുദ്ധമാക്കാം, എത്രമാത്രം പേലവത്വമുള്ളതാക്കി മാറ്റാം എന്നുള്ളതാണ് ഭഗവാന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എപ്പോഴും അത് നാം നമ്മെ തന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലയോ മനസ്സേ, നീ എപ്രകാരമാണ് നിന്റെ നിയതമായ ലക്ഷ്യങ്ങളിൽ നിന്ന് പറന്ന് അകലേക്ക് പോകുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളിൽപ്പെട്ട് നീ അലഞ്ഞ് ബാഹ്യ വസ്തുക്കളിലേക്ക് അലഞ്ഞു പോകുന്നു. പാടില്ല. ഈ മനസ്സ് ഭഗവാനിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. വിഷയങ്ങളുടെയും വിഷയസുഖങ്ങളുടെയും പിന്നാലെ പാഞ്ഞു പോയിക്കൊണ്ട് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെ ക്ഷണിച്ചു വരുത്താൻ പാടില്ല മനസ്സെ. ഈ മനസ്സിനെയാണ് നാം എപ്പോഴും പാകപ്പെടുത്തേണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിട്ടുകഴിഞ്ഞാൽ അത് അനവധിയായ വിഷയങ്ങളിലേക്ക് യാതൊരു ഔചിത്യവുമില്ലാതെ പാഞ്ഞലഞ്ഞു പോകും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ രാജാവില്ലാതെ ഒരു കൊട്ടാരം എത്രമാത്രം മലിനപ്പെട്ടു പോകുമോ, അലങ്കോലപ്പെട്ടു പോകുമോ, അസ്വസ്ഥമാകുമോ, അച്ചടക്കമില്ലാതെയായി പോകുമോ, അതുപോലെ ഈ മനസ്സ് നിയന്ത്രിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? രാജാവില്ലാത്ത ഒരു കൊട്ടാരം പോലെ അത് അലങ്കോലപ്പെട്ടു പോകും. അത് പാടില്ല. അതുകൊണ്ട് ഏകമായ ഒരു മൂർത്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ച് നിർത്തിക്കൊണ്ട്, ഏകാഗ്രപ്പെട്ടുകൊണ്ട്, സർവീശ്വരപാദങ്ങളെ സമാശ്രയിച്ചുകൊണ്ട് നമ്മൾ ദുരിതങ്ങളിൽ നിന്നും ആലസ്യങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് ഭഗവാൻ ഓരോ കൃതികളിലൂടെയും നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഒരിക്കലും അത് മറന്നുകൂടാ.
അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറയുന്നത്, നിരന്തരം നാം ഭക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണമെന്ന് പറയുന്നു. ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. ബാലേന്ദു ബിംബം. എന്താണ് ബാലേന്ദു ബിംബം? നമുക്കറിയാം, ഇന്ദുബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രകലയാണ്. ബാലേന്ദ്ര ബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രകലയല്ല, പൂർണ്ണചന്ദ്രനല്ല. അതിൻ്റെ ഏറ്റവും ശിശുവായിരിക്കുന്ന, ബാലനായിരിക്കുന്ന, കറുത്ത പക്ഷത്തിൽ നിന്നും വെളുത്ത പക്ഷത്തിലേക്ക് പ്രവേശിക്കപ്പോഴ ഒരു എള്ളിൻപൂ കണക്ക്, എള്ളിൻപൂ ആകാശത്തിൽ കിടക്കുന്നത് പോലെ വളരെ ലോലമായി നേരിയ ഒരു ചന്ദ്രക്കല നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെയുള്ള ആ ചന്ദ്രക്കലയാണ് ഇവിടെ ബാലേന്ദു ബിംബം എന്ന് പറയുക. ഇവിടെ മഹാഗുരു വർണ്ണിക്കുന്നത് ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ തിരുമുഖമാണ്. ഓമനത്വം തുളുമ്പുന്ന, സൗന്ദര്യമുയലുന്ന, മനോഹരമായ ഒരു ശിശു സഹജമായ നൈർമല്യവും നിഷ്കളങ്കതയും തുടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ തിരുമുഖത്തെയാണ് ഇവിടെ വർണ്ണിക്കുക. ഇവിടെ പറയുകയാണ്, എന്താണിത്? നമുക്ക് ആകാശത്തിലെ പ്രഭചൊരിഞ്ഞു നിൽക്കുന്ന ആ ബാലചന്ദ്രനെ കാണുമ്പോൾ, ബാലചന്ദ്രൻ പ്രഭചൊരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത എത്രമാത്രം വർണ്ണനാതീതമാണോ അതുപോലെയാണ് ഇവിടെ ഒരു മുഖകമലം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ബാലേന്ദു ബിംബം ഒരുപോലെ നിരന്നതിന്. അങ്ങനെ ഈ ചന്ദ്രബിംബം ഒരുപോലെ നിരന്നു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എണ്ണമറ്റ ചന്ദ്രബിംബം ആകാശത്തിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ എണ്ണമറ്റ സൂര്യന്മാരിങ്ങനെ ആകാശത്തിൽ നിരന്ന് പ്രഭചൊരിഞ്ഞ് നിൽക്കുന്നതിനെ കുറിച്ച് വർണ്ണിച്ചു. അതിനേക്കാൾ എത്രയോ ഉയർന്നതാണ് ഭഗവാന്റെ മുഖകാന്തി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളോട് ഇവിടെ പറഞ്ഞു. ഇവിടെ ആ സൂര്യബിംബത്തെ വിട്ടതിന് ശേഷം ഇവിടെ പറയുകയാണ്, അർക്കബിംബം മാറി ഇവിടെ ഇതാ ബാലേന്ദു ഇവിടെ ഉദിച്ചു നിൽക്കുന്നു ആകാശത്ത്. അനവധി ചന്ദ്രന്മാർ ഉദിച്ചു നിൽക്കുന്നു. ഒരുപോലെ നിരന്നതിന്, അതിങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അതിനുമേലെ കുരുൾ നിരയുമപ്പോലെ. അതുപോലെ അവിടെ കുറുനിര എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളൊക്കെ മുടി ഇങ്ങനെ ചുരുട്ടി തൻ്റെ നെറ്റിത്തടത്തിലേക്ക് ഇടുന്നതായ ഒരു അലങ്കാരമുണ്ട്. അതാണ് കുറുനിര എന്ന് പറയുന്നത്. മേലെ കുരുൾ നിരയും അപ്പോലെ, അതുപോലെ എന്ത് കാണുന്നുണ്ട്? തിലകം, ഒരു പൊട്ട് അവിടെ കാണുന്നു. ആ തിരുമുഖത്തിലെ ആ തിരുനെറ്റിത്തടത്തിലേക്ക് നോക്കുമ്പോൾ ഭഗവാന്റെ ആ തിരുനെറ്റിത്തടത്തില് എന്തൊക്കെയാണ് കുറുനിരകൾ ഇങ്ങനെ വന്ന് മനോഹരമായി മുഖത്തേക്ക് പടർന്നു നിൽക്കുന്നു, നെറ്റിത്തടത്തിലേക്ക് ഇങ്ങനെ ഊർന്നു നിൽക്കുന്നു. അതുപോലെ കുങ്കുമം, തിലകം, ഒരു ചന്ദനം കൊണ്ട് ഒരു പൊട്ട് ചാർത്തിയിരിക്കുന്നു. ഒരു ചന്ദനത്തിന്റെ പൊട്ട് ആ തിരുനെറ്റിയിൽ ചാർത്തിയിരിക്കുന്നു. തിലകം, മാലേയം എന്ന് പറഞ്ഞാൽ ചന്ദനം, മിളിത്ത് എന്ന് പറഞ്ഞാൽ മേളനം ചെയ്യുക, ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ്. അപ്പോലെ മിളത്തിലകം, ആ കുറുനിരകൾ ഇങ്ങനെ വന്ന് നെറ്റിയെ അലങ്കരിച്ച് നിൽക്കുന്നത് കൂടാതെ ചന്ദനം ചാലിച്ച് ആ തിരുനെറ്റിമേൽ ഒരു തിലകം, ഒരു പൊട്ടുകൂടി ചാർത്തിയിരിക്കുന്നു. ഒരു പൊട്ടുകൂടി ചാർത്തിയിരിക്കുന്നു. അത് മാത്രമാണോ? കുങ്കുമവും കൂടി ആ ചന്ദനത്തോടൊപ്പം ആ തിരുനെറ്റിയെ അലങ്കരിക്കുന്നു. നോക്കുക, കുറുനിരയുണ്ട്, ചന്ദനത്തിന്റെ പൊട്ടുണ്ട്, അതോടൊപ്പം അവിടെ കുങ്കുമം ചാലിച്ച ഒരു പൊട്ടുകൂടി ആ ഭഗവാന്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ കൂടെ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? അനവധി ബാലചന്ദ്രന്മാർ, അനവധി ചന്ദ്രകലകൾ ഭഗവാന്റെ തിരുനെറ്റിയിൽ ഇങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. മാലേയ കുങ്കുമമയമാണ്. ആ നെറ്റിത്തടം എന്ന് പറഞ്ഞാൽ കുങ്കുമമയമാണ്. കുങ്കുമം ചാർത്തി, അതിനാൽ പ്രശോഭിതമാണ് ഭഗവാന്റെ നെറ്റിത്തടം. പിന്നീട്
ആലേപ കാന്തി വടിവും, അതിൻ്റെ കാന്തിയും അതിൻ്റെ പ്രകാശവും വടിവും മനോഹാരിതയും. നോക്കുക, ഇവിടെ ഭഗവാന്റെ തിരുനെറ്റിയെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ, ഭൂമിയിൽ ഏറ്റവും മനോഹരമായ വസ്തുക്കളോട് ഉപമിക്കുകയാണ്. വസ്തുക്കളാൽ അലങ്കൃതമാണ് ഭഗവാന്റെ തിരുനെറ്റിത്തടമെന്ന് ഇവിടെ പറയുകയാണ്. ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സുബ്രഹ്മണ്യന്റെ ആ മുഖകമലത്തിന്റെ സൗന്ദര്യം, അതിൻ്റെ അലങ്കാരങ്ങൾ, അതിൻ്റെ മഹിമ, അതിൻ്റെ തേജസ് എത്രമാത്രം ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്, വർണ്ണനാതീതമാണ്. നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. വെറുതെ വാക്കുകൾ ഇവിടെ വന്നങ്ങ് വിതറിയിടുകയല്ല. തൻ്റെ ഹൃദയനാഥനായി വിളങ്ങുന്ന സർവേശ്വരന്റെ മുഖകമലത്തിൽ എന്തൊക്കെയാണോ താൻ ദർശിക്കുന്നത്, തൻ്റെ അന്തർനേത്രങ്ങൾ ദർശിക്കുന്നത്, അതെല്ലാം തന്നെ അക്ഷരവടിവിലൂടെ നമ്മുടെ മുമ്പിൽ വർണ്ണിച്ച് കാണിക്കുകയാണ് ഭഗവാൻ. വർണ്ണിക്കുകയാണ് അത്. തൻ്റെ തിരുമുമ്പിൽ വന്ന് നിൽക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാന്റെ തേജോമയമായിരിക്കുന്ന ആ മുഖകമലത്തെ ഇങ്ങനെ വർണ്ണിച്ച് നമുക്ക് കാണിച്ചു തരികയാണ്. അതിലൊട്ടും കുറവില്ല. തിരുനെറ്റിത്തടത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം, കഴിഞ്ഞ ഓരോ ശ്ലോകങ്ങളിലും ഭഗവാന്റെ തിരുശരീര വർണ്ണനകൾ എത്രമാത്രം മനോഹരമായ വർണ്ണനകളാലാണ് നമ്മുടെ മനസ്സിനെ ആനന്ദം കൊള്ളിച്ചതെന്ന് നമുക്ക് ഓർത്തു നോക്കണം. മറന്നു പോകാൻ പാടില്ല അതൊക്കെ തന്നെയും. മെളിത്തിലകമാലേയ കുങ്കുമമയം ആലേപ കാന്തി വടിവും, അതിൻ്റെ കാന്തി, അതിൻ്റെ പ്രഭ, അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ വടിവും രൂപവും ഒക്കെ തന്നെ ചാരേ കലർന്ന് അതിങ്ങനെ നമ്മുടെ ചാരയെ വന്ന് നിൽക്കുകയാണ് ഭഗവാൻ. സുബ്രഹ്മണ്യൻ നമ്മുടെ ചാരയെ വന്ന്, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. അതിവിശാലേ, അത് ഭഗവാൻ മാത്രമാണോ വന്ന് നിൽക്കുന്നത്? അല്ല, എത്രയോ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ പളനിയിലാണോ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ അല്ല. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ മാനസദേവന്റെ തിരുനടയിലെത്തി നിൽക്കുന്നതായിട്ട് ഭഗവാനോട് സങ്കല്പിക്കുന്നു. അതല്ലെങ്കിൽ ഭഗവാൻ നിൽക്കുന്നതായ പളനിയാകുന്ന ആ ശൈലേശൻ ആയിരിക്കുന്ന മുരുകൻ അധിവസിക്കുന്ന പളനിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭഗവാൻ നമ്മളെ കൂടി അവിടേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളും കടന്നു വരിക ഇവിടേക്ക്. ചാരേ കലർന്ന് അതിൻ്റെ അടുത്തേക്ക് വരിക. അടുത്തേക്ക് വന്ന് അത് കലർന്ന് നിൽക്കണം. ഭഗവാന്റെ അനുഗ്രഹ കലകളോട് നാം കലർന്നു തന്നെ നിൽക്കണം. കലർന്നത് അതിവിശാലേ. ഈ പളനി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ കേവലം ഒരു ചെറിയ കുന്നിൻ പ്രദേശത്ത് ഒരു ശൈലത്തിന്റെ, ഒരു പാറകൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു മലയുടെ ഒരു പർവ്വതം മാത്രമായിട്ട് കാണാൻ പാടില്ല. ഒരു മഹാശൈലമാണത്. അതിൻ്റെ വിസ്തൃതി നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന വിസ്തൃതിയല്ല. അതിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ടിരിക്കുന്ന ഈ ഭൂമണ്ഡലമാകെയാണ്, ഈ പ്രപഞ്ചമാകെ തന്നെയാണ്. ഈ പ്രപഞ്ചമാകെ പളനീപുരമാക്കിക്കൊണ്ടാണ് ഭഗവാൻ അവിടെ വസിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. ഭഗവാൻ ഏകദേശം ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ മാത്രം നായകനായിട്ടല്ല അവിടെ വസിക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ തന്നെ നാഥനായിട്ട് അവിടെ വസിക്കുന്നു. ഈ ഭൂമണ്ഡലമാകെ തന്നെ പളനീപുരമായിക്കൊണ്ടാണ് ഭഗവാൻ അവിടെ വസിക്കുക. പളനി വിശാലമായ മഹൽ പളനിയാണ്. മഹത്വമേറുന്നതും വിശാലമേറിയതുമായ ഒരു വലിയ പളനിയിലാണ് നാം ഇവിടെ നിൽക്കുക. ശൈലേശനായ ഭഗവാനാണ്, ഒരു ഗിരീശനാണ്, ഒരു ഗിരിയുടെ ഈശനാണ്, ഒരു കുന്നിൻ്റെ അധിപതിയാണ്. ആ ശിലാശൈലങ്ങളുടെ അധിപതിയായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിലാണ് നാം ഇവിടെ വന്ന് നിൽക്കുന്നത്. ഭഗവൽ ഭാലേ വസിക്കിൽ, നമുക്ക് എവിടെ വന്ന് വസിക്കണം? ഭഗവാന്റെ തിരുനെറ്റിത്തടത്തിൽ തന്നെ നാം വന്ന് വസിക്കണം. ഭഗവാന്റെ നെറ്റിത്തടം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ സങ്കല്പലോകം. ഭഗവാന്റെ സങ്കല്പത്തിൻ്റെതായ സർവ്വ മഹിമയും ഒളിച്ചു വെച്ചിരിക്കുന്നത് നാം ഓരോരുത്തരുടെയും നെറ്റിത്തടത്തിലാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഭാഗം ഏതാണ്? നമ്മുടെ സങ്കല്പങ്ങളുടെയും ബുദ്ധിയുടെയും വൈഭവത്തിൻ്റെയും ഒക്കെ തന്നെ ഇരിപ്പിടമെന്ന് നാം കരുതുന്ന ആ നെറ്റിത്തടത്തിലാണ് ഭഗവാന്റെയും വാസം. അതുകൊണ്ട് നമുക്ക് എവിടെയാണ് വസിക്കേണ്ടത്? ആ ഭഗവാന്റെ നെറ്റിത്തടത്തിൽ, ആ വർണ്ണാഭമായിരിക്കുന്ന കുറുനിരകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന, ചന്ദനക്കുറികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന, കുങ്കുമമയമായിരിക്കുന്ന ആ നെറ്റിത്തടത്തിലേക്ക് നിങ്ങൾക്കും വന്ന് വസിക്കണം. അവിടെ തന്നെ ആയിരിക്കണം നമ്മുടെ വാസം. ഭഗവാനിലേക്ക് നാം ലയിക്കണം. നാം വേറിട്ട് പുറമേ നിന്നാൽ പോരാ. നാം ഭഗവാന്റെ ഉൾത്തടത്തിലേക്ക്, അകക്കാമ്പിലേക്ക് പ്രവേശിക്കണം. പ്രവേശിച്ചാൽ എവിടെ തന്നെ നിൽക്കണം? ഭഗവാന്റെ നെറ്റിത്തടത്തിലേക്ക്. അവിടുന്നാണല്ലോ ഈ ലോകത്തിന് കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും എല്ലാം പ്രഭ ചൊരിയുന്നത്. അതിൻ്റെ എല്ലാം ആവാസം, അതിൻ്റെ എല്ലാം ഇരിപ്പിടം, അതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം, അതിൻ്റെ എല്ലാം പ്രസരണ കേന്ദ്രം ഏതാണ്? ഭഗവാന്റെ ആ തിരുശിരസാണ്, ആ നെറ്റിത്തടമാണ്. അവിടെ തന്നെ നമ്മൾ വന്ന് വസിക്കണം. ശൈലേശനായ ഭഗവൽ ഭാലേ വസിക്കിൽ
മതിയാലേവരും ശമനമാലേതുമില്ല മനമേ. അല്ലയോ മനസ്സേ, നീ എന്തുകൊണ്ടാണ് ഉഴറുന്നത്? നീ എന്തിനു വേണ്ടിയാണ് അലിയുന്നത്? നീ അനവധിയായ ഭോഗവസ്തുക്കളിലേക്ക് നീ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിനക്ക് സുഖമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, ആനന്ദമുണ്ടാകണം, ജീവിതത്തിൻ്റെ എല്ലാ സഫലതകളും നിനക്ക് അനുഭവിക്കണം. അതിനുവേണ്ടിയാണ് നീ ഇങ്ങനെ പാഞ്ഞലഞ്ഞ് നടക്കുന്നത്. നീ ഇങ്ങനെ അനവധി വിഷയങ്ങളിലേക്ക് പാഞ്ഞലഞ്ഞ് പോകേണ്ടതില്ല. എവിടേക്ക് മാത്രം വന്നാൽ മതി, നീ എൻ്റെ അടുത്തേക്ക് വരിക, ഈ പളനീപുരത്തേക്ക് എത്തുക. അവിടെ ഭഗവാൻ ഇതാ സർവാനുഗ്രഹദായകനായിട്ട് ഇവിടെ പ്രഭചരിഞ്ഞു നിൽക്കുന്നു, വിരാജിക്കുന്നു, വിലാസം ചെയ്യുന്നു, വിലസുന്നു. അവിടെ വന്നിട്ടോ ആ ഭഗവാന്റെ ഭാലത്തിൽ വന്ന് വസിക്കുവാൻ നിനക്ക് അവസരം തന്നു കഴിഞ്ഞാലോ, മതിയാലേ വരും ശമനം വരും. മാലേതുമില്ല. മാലെന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമേതുമില്ല. നിനക്ക് ഒരു ദുഃഖ ദുരിതങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രം നീ ചെയ്താൽ മതി. ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നാം എത്തുക. ആ വിശാലമായ മഹത്വമേറുന്ന പളനി മാമലയാകുന്ന ആ കുന്നിൽ അധിവസിക്കുന്ന ഭഗവാന്റെ ഹൃത്തടത്തിലേക്ക്, ആ ആന്തരിക ലോകത്തേക്ക്, ആ സ്വർഗീയമായ ലോകത്തിലേക്ക് നാം കടന്നു ചെന്നാൽ മാത്രം മതി. മാലേതുമില്ല, ഒരു ദുഃഖങ്ങളും ഏതുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് യാതൊരു ദുഃഖത്തിന്റെ ഒരു അംശവും നിങ്ങളിൽ അവശേഷിക്കില്ല. ആ ദുഃഖത്തിന്റെ അവസാന കണികകളെ വരെയും ഭഗവാൻ അത് നിന്നിൽ നിന്ന് ഒഴിവാക്കി തരും. 21-ാമത്തെ ശ്ലോകം നമുക്ക് ഈ ഒരു ഉറപ്പാണ് തരുന്നത്. നാം എന്തിനു വേണ്ടിയാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് പാഞ്ഞെത്തുക? മാലുകളെല്ലാം ഇല്ലാതെയാകണം, ദുഃഖ ദുരിതങ്ങളില്ലാതെയാകണം, വേദനകളില്ലാതെയാകണം. അതിന് നീ സമാശ്രയിക്കേണ്ട ഏകമായിരിക്കുന്ന ഒരു കേന്ദ്രമേതാണ്? ഈ ശൈലേശൻ പള്ളി കൊള്ളുന്ന പളനീപുരമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതാണ് 21-ാമത്തെ ശ്ലോകം നമ്മോട് പറയുക. ഇനി നമുക്ക് 22-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം, അല്ലേ? ആർക്കെങ്കിലും കൂടെ ചൊല്ലണമെന്ന് തോന്നിയാൽ ചൊല്ലാം. 22-ാമത്തെ ശ്ലോകം. അല്ലീശരാന്തകനും അല്ലീസുതാപതിയും അല്ലീ വിശേഷഭവനും എല്ലീലയാ ബഹുല സെല്ലീലയോടതിജ കല്ലീലയായിതുടനെ അല്ലീശരാധരുചി വല്ലീശനായി പളനി ചൊല്ലീശനായ ഭഗവത് ചില്ലീ വിലാസമയ ജില്ലീലയൻ മനസ്സിൽ തെല്ലിങ്ങുദിച്ചു വരണം. ഇത് നമ്മൾ പദച്ഛേദം ചെയ്ത് ചൊല്ലുകയാണെങ്കിൽ ഇങ്ങനെ ചൊല്ലാം: അല്ലീശരാന്തകനും അല്ലീ സുതാപതിയും അല്ലീ വിശേഷഭവനും എല്ലീലയാ ബഹുല സല്ലീലയോട് അതിജഗല്ലീലയായത് ഉടനെ അല്ലീശരാധരുചി വല്ലീശനായി പളനി ചൊല്ലീശനായ ഭഗവത് ചില്ലീ വിലാസമയ ചില്ലീലയൻ മനസ്സിതലിങ്ങുദിച്ചു വരണം. അങ്ങനെ നമ്മൾ ചൊല്ലാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സങ്കീർണമായ വാക്യങ്ങളെയും നമ്മൾ പദച്ഛേദം ചെയ്ത് വായിക്കാൻ പഠിച്ചാൽ തന്നെ മിക്കവാറും പൂർണ്ണമായ അർത്ഥം നമുക്ക് സ്വയം ഗണിച്ചെടുക്കാൻ പറ്റും. എന്താണ് ഇവിടെ അല്ലീശരാന്തകൻ? അല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അത് പൂവാണ്, പുഷ്പത്തെയാണ് അല്ലി എന്ന് പറയുക. ശരം, അല്ലീശരം. ആരാണ് അല്ലീശരം ഉള്ളവർ? പൂവിനെ അമ്പാക്കിയിട്ടുള്ള പൂവമ്പൻ, അത് കാമദേവനാണ്. അത് ഇവിടെ പറയുന്നു. നോക്കുക, ഒരു വാക്ക് പറയുന്നു, കാമദേവന്റെ അന്തകനായിട്ടുള്ളവൻ ആരാണ്? കാമദേവനെ ഇല്ലാതെയാക്കിയിട്ടുള്ളവൻ പരമശിവനാണ്. ഇത് വളച്ചു കെട്ടിയാണ് വരിക, നേരിട്ട് നമ്മോട് പറയുകയല്ല. ഈ നേരിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ ഇവിടെ പരമശിവന്റെ മകൻ എന്ന് പറഞ്ഞാൽ മതി. പരമശിവന്റെ ഭാര്യയായിരിക്കുന്ന ലക്ഷ്മി
സുധാപതിയും മഹാവിഷ്ണുവിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മാത്രം മതി. ഇത്രമാത്രം ഒന്ന് വിശാലമായി വളഞ്ഞു കെട്ടിയൊന്നും പറഞ്ഞു വരണമെന്നില്ല. ഇത് നമ്മുടെ പാരമ്പര്യമായ നമ്മുടെ സംസ്കാരത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് നമ്മളൊരു മൂർത്തിയെ വണങ്ങുമ്പോൾ, ഒരു മൂർത്തിയെ വിളിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ആ മൂർത്തിയുടെ ഓടൊപ്പം നിൽക്കുന്നതായ മൂർത്തി വിശേഷങ്ങളെ ഒക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മൾ പരമശിവനെ വിളിക്കുമ്പോൾ പരമശിവൻ മാത്രമാണ് വിളി കേൾക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇവിടെ സുബ്രഹ്മണ്യനെ വിളിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ മാത്രമായിരിക്കില്ല വിളി കേൾക്കുക. അവിടെ വിനായകനും കാണും, അവിടെ പാർവതി ദേവിയും കാണും, അവിടെ പിന്നെ പരമേശ്വരൻ കാണും, അവിടെ മഹാവിഷ്ണു കാണും, അവിടെ ബ്രഹ്മദേവൻ കാണും. നാം ഗുരുവിനെ ഇവിടെ വിളിക്കുമ്പോൾ, നാം ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ വിളി കേൾക്കുക നമ്മുടെ ഭാരതവർഷത്തിലെ ഗുരുപരമ്പരകൾ ഒന്നാകെ തന്നെയായിരിക്കും. മഹാവിഷ്ണുവിനെ വിളിക്കുമ്പോൾ ആ വിളിയുടെ ആ നാദം, ആ പ്രാർത്ഥന കേൾക്കുക മഹാവിഷ്ണു മാത്രമായിരിക്കില്ല. ദേവിയെ വിളിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ പോയി ഏതെല്ലാം പാദങ്ങളിൽ പോയി പതിക്കുമെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. സർവ്വദേവതകളിലേക്കും നമ്മുടെ പ്രാർത്ഥനകളുടെ മലരുകൾ പോയി പതിക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ പാരമ്പര്യം. അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. അതാണ് നമ്മുടെ ഭക്തിയുടെ പാരമ്പര്യം. അതാണ് നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിന്റെ ഒരു സവിശേഷത. അതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ മാത്രമേ ഞാൻ വിളിക്കൂ, മറ്റൊരു ഗുരുക്കന്മാരെ ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്ന ഒരു സംസ്കാരവും നമ്മുടെ ശ്രീനാരായണ വിശ്വാസികളുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. ഒരിക്കലും നാം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭഗവാന്റെ ഓരോ കൃതികളും എടുത്ത് വായിച്ചു നോക്കുക, ഓരോ സ്തോത്രകൃതികളും എടുത്ത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോഴെന്താണ്? ഒരു മൂർത്തിയെ പ്രാർത്ഥിച്ചു കൊണ്ടാനായി നാം ഇറങ്ങുമ്പോൾ, ഒരു മൂർത്തിയെ വർണ്ണിക്കാനായി, ഒരു മൂർത്തിയെ സ്തുതിക്കാനായി നാം ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ മൂർത്തിയോടൊപ്പം നിൽക്കുന്നതായ അനവധി മൂർത്തികളെ ഭഗവാൻ നമുക്ക് പരിചയപ്പെടുത്തിയത്. അത് ഭാരതത്തിന്റെ നമ്മുടെ ഭക്തിയുടെ പാരമ്പര്യം. അതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അല്ലീശരാന്തകനും പൂവിനെ അമ്പാക്കി മാറ്റിയിട്ടുള്ള അവന്റെ അന്തകനായിരിക്കുന്നവൻ, അവനെ ഇല്ലാതെയാക്കിയവൻ അതാരാണ്? ശ്രീ പരമേശ്വരനാണ്. അല്ലീസുതാപതിയും അടുത്ത ഒരാളെ വിശേഷിപ്പിക്കുകയാണ്, അടുത്തൊരാളെ വർണ്ണിക്കുകയാണ്, അടുത്തൊരാളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അതാരാണ്? അല്ലീസുതാപതിയും. മഹാലക്ഷ്മിയെ കുറിച്ചാണ് ഇവിടെ പറയുക. മഹാലക്ഷ്മിയുടെ ഇതെന്താണ്? താമരപ്പൂവിൽ പള്ളി കൊള്ളുന്നവ മഹാവിഷ്ണുവാണ്, അല്ലേ? താമരപ്പൂവില് പള്ളി കൊള്ളുന്ന ലക്ഷ്മി ദേവിയുടെ പതിയായിരിക്കുന്നവൻ ആരാണ്? മഹാവിഷ്ണുവാണ്. അല്ലീസുതാപതിയും അല്ലീ വിശേഷഭവനും. പക്ഷേ താമരയിൽ വസിക്കുന്ന ഒരാളെ നമുക്കിവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ താമരയിൽ തന്നെ ജന്മം കൊണ്ടവനായ ഒരു ദേവൻ കൂടി ഇവിടെയുണ്ട്. ആരാണ്? ആദ്യം നമ്മളെ ആരെയാണ് കാണിച്ചു തന്ന? പരമശിവനെ കാണിച്ചു തന്നു. രണ്ടാമത് മഹാവിഷ്ണുവിനെ കാണിച്ചു തരുന്നു. മൂന്നാമത് ബ്രഹ്മാവിനെ തന്നെ കാട്ടിത്തരുന്നു. അല്ലീ വിശേഷഭവനും. ഈ പൂവിൽ സവിശേഷമായ രീതിയിൽ ഭവിച്ചവൻ, ജന്മം കൊണ്ടവൻ ആയിരിക്കുന്നവനുമായ പത്മസംഭവനുമായിരിക്കുന്ന ബ്രഹ്മാവിനെയും ഇവിടെ പറയുന്നു. അവരെയും നമ്മുടെ മുമ്പിലേക്ക് നിർത്തുന്നു. ലീലയാ. എന്താണ് ഈ പ്രപഞ്ചം? ഈ വിശ്വമാകെ എന്താണ്? ഈ വിശ്വമാകെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ലീലാവിലാസത്തിന്റെ കേളീരംഗമാണ്. അവരാണ് ഈ പ്രപഞ്ചത്തിന്റെ ജനന മരണ അങ്ങളുടെയൊക്കെയും നായകനായി വസിക്കുന്നവര്. അപ്പൊ ഈ മൂന്ന് പേരും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്നതായ പരമശിവനും ശ്രീ മഹാവിഷ്ണുവും ബ്രഹ്മാവും അവരുടെ ലീലകൾ ആടുന്നതിന് വേണ്ടി ലീലയാ ബഹുല സത്ലീലയോട്, അങ്ങനെ അവർ ബഹുലമായ ലീലകളാണ് ഇവിടെ ആടിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, ഈ പ്രപഞ്ചത്തിലേക്ക് നാം ഒന്ന് നോക്കുക. ബഹുവിധ ജീവകോടികളാൽ സമ്പന്നമാണ് ഈ പ്രപഞ്ചം. അത് നമുക്ക് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്ഥൂലം സൂക്ഷ്മം കാരണം അനവധിയായി സ്ഥൂലമായിട്ടുള്ളതുണ്ട്, സൂക്ഷ്മമായിട്ടുള്ളതുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായിട്ടുള്ള ബഹുലമായ ഒരു സൃഷ്ടി വൈഭവത്തിന്റെ, സ്ഥിതി വൈഭവത്തിന്റെ, സംഹാര വൈഭവത്തിന്റെ കേളീരംഗമാണ് ഈ പ്രപഞ്ചം.
ഈ 3 പേരും അവരുടെ ധർമ്മത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാണ് ഈ പ്രപഞ്ചം നാം ഈ കാണപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ഗോചരീഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക. അത് അവരുടെ ഒരു ലീലാവിലാസമാണ്. അവർ വലിയൊരു കർമ്മത്തിലാണ് ഏർപ്പെടുന്നത് എന്നുള്ള രീതിയിലല്ല അവർ ഇതൊക്കെ ചെയ്യും. അത് അവരുടെ ഒരു കളിയാണ്, അവരുടെ ഒരു ലീലയാണ്. അങ്ങനെ ഇവിടെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രപഞ്ച സൃഷ്ടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അതിജഗത് ലീലയായി. എന്താണ് അത്? ഈ ജഗത്തിന്റെ എല്ലാ സൃഷ്ടിക്കും കാരണമായിരിക്കുന്ന ഒരു വലിയൊരു കേളിയാണ്, വലിയൊരു നടനമാണ്, വലിയൊരു നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വല്ലീശനായി, വള്ളി ഭഗവതിയുടെ ഈശനായി, വള്ളിയുടെ ഭർത്താവായി നിന്നുകൊണ്ട്. ആരാണ് വള്ളിയുടെ ഭർത്താവ്? ഭർത്താവ് എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അങ്ങനെ വള്ളിയുടെ ഭർത്താവായി, നാഥനായി, പതിയായി വിലസുന്ന ഭഗവാന്റെ അല്ലീശ്വര അതിരുചി. അല്ലീശ്വരം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പരിചയപ്പെട്ടു. അല്ലീശ്വരം എന്ന് പറഞ്ഞാൽ പൂവ് കൊണ്ടുണ്ടായിട്ടുള്ള അമ്പുകൾ, അതിരുചി. അപ്പൊ കാമദേവൻ നമുക്ക് തരുന്നതായ അനുഭവങ്ങൾ എന്താണ്? അതിരുചിയാണ്. അധികമായി നമുക്ക് രുചിക്കപ്പെടുന്നതാണ്, ആസ്വദിക്കപ്പെടാൻ കഴിയുന്നതാണ്. അധികമായ സന്തോഷത്തെയും ആനന്ദത്തെയുമാണ് കാമദേവൻ നമുക്ക് തരിക. പരിധി അധികമായ ആനന്ദം നമുക്ക് തരും. പക്ഷെ അത് നൈമിഷികമാണ്. നിത്യമായ ആനന്ദത്തെ അല്ല തരിക. നൈമിഷികമായ പരിമിതമായ ആനന്ദത്തെ മാത്രം തന്നിട്ട് നമ്മളെ ദുഃഖത്തിന്റെ വരുതിയിലേക്ക് തന്നെ തള്ളിവിടുന്നതാണ് കാമദേവനാൽ നമുക്ക് നൽകപ്പെടുന്നതായ എല്ലാ സുഖാനുഭവങ്ങളും. ചില്ലീവിലാസമയം. അങ്ങനെ ഈ കാമദേവന്റെ ലീലകൾ കൊണ്ട് ചിത്ലീല, പരമമായിരിക്കുന്ന നമ്മുടെ ചിത്തിൽ അധിവസിക്കുന്നതായ നമ്മുടെ ഹൃദയേശ്വരനായിരിക്കുന്ന, ഹൃദയനാഥനായിരിക്കുന്ന, ചിത്സ്വരൂപ ആയിരിക്കുന്ന ആ പരമാത്മാവിന്റെ ലീലകൾ എൻ്റെ മനസ്സിൽ തെല്ലിഞ്ഞ് അല്പമെങ്കിലും വന്ന് ഉദിച്ചു വരണം, തെളിഞ്ഞു വരണം. നോക്കുക, പറയുന്നത് എന്താണ്? ആദ്യം നമ്മോട് പറയുന്നത് ഈ ജഗത് ലീലകൾ, ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതിയിലെ കർമ്മങ്ങളിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്ലീല, ആ പരമാത്മാവ് ഈ 3 സ്വരൂപങ്ങളായി വന്ന് വിടർന്നു നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചും സ്ഥിതി ചെയ്തും സംഹരിച്ചും കൊണ്ടുപോകുമ്പോൾ അവരിലൂടെ നമുക്ക് ലഭിക്കാവുന്ന പരമമായ ആനന്ദത്തെ തടഞ്ഞു നിർത്തുന്നതായ കാമദേവന്റെ ലീലാവിലാസങ്ങളിൽ പെട്ടുപോയ മനസ്സെ ഒരിക്കലും നീ അതിലേക്ക് വിട്ടുപോകാൻ പാടില്ല. നീ എന്ത് ചെയ്യണം? അതിലേക്ക് പോകാതെ എന്ത് ചെയ്യുക? അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാനെ, നീ എൻ്റെ മനസ്സിൽ ഉദിച്ചു നിറഞ്ഞു നിൽക്കുക. എൻ്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതായ സ്വരൂപം നീയായി മാറിക്കഴിഞ്ഞാൽ കാമദേവന്റെ ലീലാവിലാസങ്ങളൊന്നും എന്നിലേക്ക് വന്ന് നിറയാതിരിക്കും, എന്നിലേക്ക് എത്താതിരിക്കും. അങ്ങനെയാണ് എനിക്ക് അനിത്യമായ സുഖത്തിൽ നിന്നും ആനന്ദത്തിൽ നിന്നും ആനന്ദാനുഭവങ്ങളിൽ നിന്നും നിത്യമായ സുഖാനുഭൂതികളിലേക്ക് കടന്നു പോകുന്നതിന് നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞിരിക്കണം എന്ന് ഈ 22ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ നാം കേൾക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പ്രാർത്ഥിക്കുമോ എന്ന് പോലും നമ്മൾ ദൈവമായി കാണുന്ന ശ്രീനാരായണ ഗുരുദേവൻ, നാം ദൈവമായി കാണുന്ന ഒരു ദൈവ സ്വരൂപൻ ഇതാ ഇവിടെ പ്രാർത്ഥനാനിരതനായി നിൽക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ പലർക്കും അതിനെ അവിശ്വസനീയമായി തോന്നുമില്ല. എല്ലാ ഗുരു സാക്ഷാത് പരബ്രഹ്മം, ഗുരു ആണ് സാക്ഷാത് പരബ്രഹ്മം, ഗുരുവാണ് ദൈവം എന്ന ഒരു വേദാന്ത വിശദീകരണത്താൽ ശ്രീനാരായണ ഗുരുദേവനെ ദൈവമായി മാറ്റി നിർത്തുമ്പോൾ ശ്രീനാരായണ ഗുരു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാതെ പോകും. പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന ഒരുവന് മാത്രമേ ദൈവമായി തീരാൻ കഴിയുകയുള്ളൂ. ഉപാസനയിലൂടെ കടന്നു പോകുന്ന ഒരുവൻ മാത്രമേ ഉപാസനാമൂർത്തിയായി തീരാൻ കഴിയുകയുള്ളൂ. അത് ഉപാസനാമൂർത്തിയിലേക്ക് പരിണാമപ്പെടുന്നതിൻ്റെ ആദ്യ പടികളൊക്കെ തന്നെയാണ് ഒരു ഉപാസകനായി മാറുക എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഉപാസനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലേക്കെത്തി, സമാധിയിലേക്കെത്തി,
ഞാനും ദൈവവും രണ്ടല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് പരിണമിച്ചു കഴിയുമ്പം ഏതൊരു സാധകനും ദൈവമായി രൂപാന്തരപ്പെടും, ദൈവമായി പരിണമിക്കും. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ ദൈവമായി ഒരു ആരാധനാമൂർത്തിയായി പരിണമിച്ചിട്ടുള്ളത്. അത് നമ്മൾ മറന്നുപോകും. അപ്പോഴ് ഭഗവാന്റെ ഉപാസനാ കാലഘട്ടത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ പോലും കാണാൻ നമുക്ക് പറ്റില്ല. ഭഗവാന്റെ ഉപാസനാ കാലഘട്ടത്തിലാണ് ഇവിടെ ഈ കാണുന്ന സ്തോത്രകൃതികളുടെ ഒക്കെ തന്നെ രചനയും ഈ സ്തോത്രകൃതികളിൽ ഉണ്ടാകുന്ന പ്രത്യക്ഷാനുഭവങ്ങളുമെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. ഇനി നമുക്ക് 22-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. അല്ലീശരാന്തകനും അല്ലീ സുതാപതിയും അല്ലീ വിശേഷഭവനും. ഇത് പറയുമ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുക. യല്ലീലയാ ബഹുല സലീലയോടതി ജഗല്ലീലയായതുടനെ. ഇവർ മൂവരും അവരുടെ ലീലകളാടി തിമിർത്തപ്പോഴാണ് നാം കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം ഇവിടെ ഉണ്ടായത്. ദൃശ്യവും അദൃശ്യവുമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായിത്തീർന്നത് അത് അവരുടെ ഒരു ലീലയാണ്, അവരുടെ ഒരു കേളിയാണ്. ലീലയാ ബഹുല സലീലയോടത് ജഗല്ലീലയായതുടനെ. ഈ ജഗത്തിന് സൃഷ്ടിയാകുന്ന ലീലയാണ് അവരുടെ സംഭാവന. അല്ലീശരാതിരുചി വല്ലീശനായ പളനി ചൊല്ലീശനായ ഭഗവാൻ ചില്ലീ വിലാസമയ ചില്ലീലയൻ മനസ്സിൽ തെളിച്ചു വരണം. അങ്ങനെ ഈ ദേവദേവേശന്മാരുടെ സൃഷ്ടി വൈഭവങ്ങളിലൂടെ നാം അനുഭവിക്കേണ്ടതായ ആനന്ദാനുഭവത്തെ മറയ്ക്കുന്നതിനായി ഇവിടെ കാമദേവനാൽ നാം മാർഗഭ്രംശം വന്ന് പോകാതിരിക്കാൻ സംഭവിക്കേണ്ടത് എന്താണ്? ആ പളനീപുരത്തിന്റെ നായകനായി വിരാജിക്കുന്ന ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിച്ചാൽ മാത്രം നമുക്ക് അപ്രകാരമുണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കാമെന്ന് 22-ാമത്തെ ശ്ലോകത്തിലാണ് പറയുക. ഇനി 23-ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നതെന്ന് കൂടെ നോക്കാം. രണ്ടാറ് ലോചനമുതണ്ടാ അതുണ്ടാറു വക്രം അവ കൊണ്ടായ വണ്ണമൊരു നോക്കുണ്ടാകിലായവനു രണ്ടാമതില്ല ജനി കൊണ്ടാവലാതി നിയതം ഉണ്ടാകുവാൻ വളഞ്ഞു കൊണ്ടാടി വാഴുമറു രണ്ടായ ഹസ്തകൃപമേ ഉണ്ടാശയെങ്കിലും അതുണ്ടാകുവാൻ നിയതി ഉണ്ടാകുമോ ശിവശിവ. ഇത് നമുക്ക് പദച്ഛേദം ചെയ്താൽ എങ്ങനെ നോക്കാമെന്ന് നോക്ക്. രണ്ടാറ് ലോചനമതുണ്ട് ആറു വക്രം അവ കൊണ്ടായ വണ്ണം ഒരു നോക്കുണ്ടാകിൽ ആയവന് രണ്ടാമതില്ല ജനി കൊണ്ടാവലാതി നിയതം ഉണ്ടാകുവാൻ പളനി കൊണ്ടാടി വാഴും അറു രണ്ടായ ഹസ്തകൃപമേ ഉണ്ടാശയെങ്കിലും അതുണ്ടാകുവാൻ നിയതി ഉണ്ടാകുമോ ശിവശിവ. രണ്ടാറ് ലോചനം അതുണ്ട്. ഷൺമുഖനാണല്ലോ ഭഗവാൻ. കൃത്തികമാരുടെ മുമ്പിൽ ആറ് ശിശുക്കളായി പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറയുകയും ആ 6 ശിശുക്കളെ ഏകീഭവിച്ച് ശരവണഭവനായി മാറുന്നതിനെ കുറിച്ചൊക്കെ നാം ഇതിന്റെ കഥാരൂപത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാൻ അവന്റെ ഉൽപ്പത്തിയില്, അവന്റെ ഉണ്മയില്, അവന്റെ ആദി ജന്മസ്വരൂപത്തിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഒന്ന് പായിക്കുകയാണെങ്കിൽ, അവിടേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ 2 കണ്ണുകളോടുകൂടി, ഒരു മുഖത്തോടുകൂടി, 2 കൈകളോടുകൂടി, 2 കാലുകളോടുകൂടി, ഒരു ഉടലോടുകൂടി നിൽക്കുന്ന ഭഗവാന്റെ സൂക്ഷ്മസ്വരൂപം എന്താണ്? യഥാർത്ഥത്തിൽ 2 ലോചനമുണ്ട് ഇവന്. അവന് 12 കണ്ണുകളുണ്ട് ഈ നിൽക്കുന്നവന്. ഈ പ്രപഞ്ചമാകെ അവന്റെ ദൃഷ്ടി പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് അവന് 12 കണ്ണുകളുണ്ട്. നമ്മൾ ഇന്നൊക്കെ പറയുമല്ലോ 360 ഡിഗ്രിയിലൊക്കെ നമ്മുടെ ക്യാമറകൾ ഇന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കണ്ണുകൾ 360 ഡിഗ്രിയിൽ പ്രവർത്തിക്കണം. ഭഗവാനും അറിയുന്നതായി പ്രപഞ്ചത്തിൽ യാതൊന്നും കാണാൻ പാടില്ല. തൻ്റെ കണ്ണുകൾക്ക്, തൻ്റെ കാതുകൾക്ക്, തൻ്റെ ചെവി, തൻ്റെ മൂക്കുകൾക്ക്, തൻ്റെ നാവുകൾക്ക്, തൻ്റെ ത്വക്കിന് പരിധിയിൽപ്പെടാത്തതായി യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഭഗവാൻ എന്തുണ്ട്? 2 ലോചനമുണ്ട്, 6 വക്രമുണ്ട്, 6 ശരീരമുണ്ട് അവന്. കൊണ്ടായ വണ്ണമൊരു നോക്കുണ്ടാകിലായവന് രണ്ടാമതില്ല ജനി. ഇപ്രകാരമുള്ള ഒരുവനിന്റെ ദർശനം നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ, അവന്റെ കടാക്ഷം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അവന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 2 ലോചനമുണ്ട്, അതുണ്ട് 6 വക്രമവ കൊണ്ട് ആയ വണ്ണം ഒരു നോക്കുണ്ടാകിൽ
അതുകൊണ്ട് ആയവണ്ണം വേണ്ടും വിധം ഉചിതമായ രീതിയിൽ ഒരു ദർശനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ആ കടക്കണ്ണുകൊണ്ട് പൂർണ്ണമായ ഒരു ദർശനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആയവണ്ണം തന്നെ ഒരു ദർശനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവന് രണ്ടാമതില്ല ജനി. അങ്ങനെയുള്ളവന് പുനർജന്മം ഉണ്ടാവില്ല. അവന് മോക്ഷം ആ ദർശനം കൊണ്ട് തന്നെ ആ നിമിഷത്തിൽ ലഭ്യമാകും. എന്താണ് നമുക്ക് ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ്? ജനിമൃതികൾ കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുക. ജനിച്ചു, ഇനി അവൻ മരിച്ചു, ഇനി അവന് ജന്മമില്ലെങ്കിലോ, ഇനിയൊരു ആവർത്തി പുനർജന്മം അവനില്ലെങ്കിൽ ഇതാ അവൻ മോക്ഷം ലഭിച്ചു കഴിഞ്ഞു, സർവ്വ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടിക്കഴിഞ്ഞു അവൻ. അതുകൊണ്ട് പറയാണ്, ഭഗവാന്റെ ഒരു ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ആയവണ്ണമുള്ള ഒരു ദർശനം, ഒരു കടാക്ഷം, ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് നമുക്ക് ആ 6 ശരീരവും 12 കണ്ണുകളുമുള്ള ഭഗവാന്റെ ദർശനം വേണ്ടും വിധം ഉചിതമാവണ്ണം നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതില്ല ജനി. നാം ഇനിയും ഇവിടെ ജനിക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് ഇനിയും മരണവുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? രണ്ടാമതില്ല ജനി കൊണ്ടാവലാതി. രണ്ടാമതും മൂന്നാമതും ജനിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആവലാദികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നഷ്ടങ്ങൾ കൊണ്ടാവലാതി നിയതം. അത് നിയതമായി പറയുന്നു, നിശ്ചയമായി പറയുന്നു. ഉണ്ടാകുവാൻ പളനി കൊണ്ടാടി വാഴുമരു രണ്ടായ ഹസ്തകൃപമേയുണ്ടാശയെങ്കിലും അതുണ്ടാകുവാൻ നിയതി ഉണ്ടാകുമോ ശിവ ശിവ. ആ ഭഗവാന്റെ തൃക്കടാക്ഷം ഒന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആരാണ് ആ ഭഗവാൻ? ആരുടെ തൃക്കടാക്ഷം ലഭിച്ചാലാണ് നമുക്ക് ഈ രണ്ടാമത് ജനനം ഉണ്ടാകാതിരിക്കുകയും മരണം ഉണ്ടാകാതിരിക്കുകയും ആവലാദികളെല്ലാം ഇല്ലാതെ ആകുകയും ചെയ്യുന്ന ആരുടെ ദർശനം കിട്ടിയാലാണ്? ഉണ്ടാകുവാൻ പളനി കൊണ്ടാടി വാഴും. ഈ ഭൂമണ്ഡലമാകെ പളനീദേശമായി. എന്താണ് പളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിലേക്ക് പറഞ്ഞ പഴം നീ. ആ ജ്ഞാനത്തിന്റെ അറിവിന്റെ പഴമായിരിക്കുന്നു നീ എന്ന് ആരോട് പറഞ്ഞു? നാരദരും മഹാദേവനും പാർവതീദേവിയും ഭഗവാനോട് പറയുന്നുണ്ട്, അരുത്, നീ പോകരുത്, ഈ കൈലാസം വിട്ട് നീ എന്നെ വിട്ടു പോകരുത്. സുബ്രഹ്മണ്യൻ കൈലാസം വിട്ടു പോകാൻ കാരണം ആ പഴം, ജ്ഞാനപ്പഴം, നാരദര് കൊണ്ടുവന്ന ജ്ഞാനപ്പഴത്തിന്റെ അവകാശത്തിന് വേണ്ടിയാണ് വിട്ടുപോയത്. തിരികെ വന്നപ്പോഴോ അതാ തന്റെ സഹോദരൻ അത് സ്വന്തമാക്കിയിരിക്കുന്നു. താനോ ഈ ഭൂമണ്ഡലമാകെ പ്രദക്ഷിണം ചെയ്തിട്ട് തിരികെ വന്നപ്പോൾ തനിക്ക് ലഭ്യമാകേണ്ടതായ ജ്ഞാനപ്പഴം ഇതാ തന്റെ സഹോദരൻ ഗണപതി സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ പിണങ്ങി, അച്ഛനോടും അമ്മയോടും സഹോദരനോടും പിണങ്ങി, കൈലാസത്തോട് പിണങ്ങി വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, അമ്മ മകനോട് പറയുന്നു, മകനെ, നീയാണ് ഞങ്ങളുടെ പഴം നീയാകുന്നു, നീ ഈ ദേശം വിട്ടു പോകരുത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ഉണ്ടാകുവാൻ പളനി കൊണ്ടാടി വാഴുമൊരു രണ്ടായ ഹസ്തകൃപമേ. ആ ഭഗവാനോട് പറയുകയാണ്, രണ്ടായ പളനിയില് കൊണ്ടാടി വാഴുന്നു. ആരാണ് കൊണ്ടാടുന്നത്? ഭക്തന്മാരാൽ, ഈ ദേശത്തുള്ള സർവ ഭക്തന്മാരാലും ദേവഗണങ്ങളാലും കൊണ്ടാടപ്പെടുന്നവനാണ് പളനി ദേശത്ത് വസിക്കുന്നവനായ ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യൻ കൊണ്ടാടുകയാണ്. വാഴുമറു രണ്ടായ ഹസ്തകൃപമേൽ. 6 രണ്ടായ ഹസ്തം ഇവിടെ പറയുകയാണ്. 6 2 എന്ന് പറഞ്ഞാൽ 12 ഹസ്തങ്ങൾ നിനക്കുണ്ട്. വീണ്ടും വീണ്ടും നമ്മളെ ഓർക്കുകയാണ്. അവന് 12 കണ്ണുകളുണ്ട്, അവന് 6 ഉടലുകളുണ്ട്. അത് മാത്രമാണോ? 12 കൈകളുമുണ്ട്. ആർക്കും ആവും വണ്ണം അനുഗ്രഹങ്ങളെ വാരിക്കൂടി കൊടുക്കുന്നതിന് വേണ്ടി അനുഗ്രഹദായകങ്ങളായ 12 കരങ്ങൾ അവനുണ്ട്. അവൻ ഒന്നുകൊണ്ട് മാത്രം കൊടുത്ത് ആരെയും തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടില്ല. അവന്റെ 12 കരങ്ങളിലൂടെ അനുഗ്രഹത്തെ അവന് പാലിച്ചു കൊടുക്കുന്നതിന് അതാ 12 കരങ്ങളുണ്ട്. സമസ്ത പ്രപഞ്ചവും കാണുന്നതിന് വേണ്ടി 12 കണ്ണുകളുണ്ട്, 6 ഉടലുകളുണ്ട്. പളനി കൊണ്ടാടി വാഴും അത് രണ്ടായ ഹസ്തകൃപ. അങ്ങനെ ആ 12 കൈകളിൽ ഉള്ള അവന്റെ കൃപ ഉണ്ടാകുവാൻ, എനിക്കുണ്ടാകുവാൻ, എന്നിലേക്ക് ചൊരിയുവാൻ ഉണ്ടാകുവാൻ നിയതി ഉണ്ടാകുമോ ശിവശിവ. അല്ലയോ ഭഗവാനെ, പരമശിവ, അല്ലേ കൈലാസവാസിയായിരിക്കുന്നവനെ ശ്രീനീലകണ്ഠ ഭഗവാനെ, ഇവന്റെ കൃപ എനിക്കുണ്ടാകുമോ? ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെയും മകനെയും ഒരുപോലെ പ്രാർത്ഥനയ്ക്ക് പാത്രമാക്കി ഇവിടെ നിർത്തുന്നു. എന്തിനു വേണ്ടിയാണ്?
അവൻ്റെ കൃപ എന്നിലേക്ക് ചൊരിയണം. ആ കൃപ എനിക്ക് ലഭിക്കണമെങ്കിൽ അവൻ്റെ മാത്രം കൃപ കിട്ടിയാൽ പോരാ. അവൻ്റെ പിതാവായിരിക്കുന്ന, മാതാവായിരിക്കുന്ന, സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ നാഥന്മാരായിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ഒക്കെ തന്നെയും കൃപ എനിക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഒരുവനിൽ നിന്ന് മാത്രം പോരാ, നാം ഇതിൽ നിന്നൊക്കെ പഠിക്കണം. പഠിക്കുക എന്ന് പറയുമ്പോഴെന്താണ്? നാം ഒരുവനെ ആദരിക്കുമ്പോൾ ആ ആദരിക്കപ്പെടുന്ന വ്യക്തി മാത്രമല്ല അവിടെ അനുസ്മരിക്കപ്പെടുക, ആദരിക്കപ്പെടുക. അവൻ്റെ സൃഷ്ടിയിലേക്ക്, അവൻ്റെ വളർച്ചയിലേക്ക്. ഇവിടെ ശ്രീനാരായണ ഗുരു പരമഹംസദേവനെ നാം ആരാധിക്കുമ്പോൾ ഓർക്കുക, നാം അറിയാതെ ഓർത്തു പോകണം ആരെ? കുട്ടിയമ്മയും മാടനാശാനെയും കൃഷ്ണനാശാനെയും ഒക്കെ തന്നെ നാം ഓർത്തു പോകണം. ഗുരുവിൻ്റെ ഗുരുവായിരിക്കുന്ന ചട്ടമ്പി സതീർത്ഥനായിരിക്കുന്ന ചട്ടമ്പി സ്വാമികളെയും, ഗുരുവായിരിക്കുന്ന അയ്യാസ്വാമികളെയും, അതുപോലെ രാമപിള്ളയാശാനെയും ഒക്കെ നാം സ്മരിക്കണം. ശ്രീനാരായണ ഗുരുവിനെ സ്മരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൽ മാത്രമായിട്ട് നമ്മുടെ സ്മരണയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സമർപ്പണവും ഒതുങ്ങിപ്പോകാൻ പാടില്ല. അത് വലിയ നന്ദികേടാണ്. ആ പിണ്ടത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. ആരാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവനെ ഈ ഭൗതിക രൂപത്തിൽ നമുക്ക് കാട്ടിത്തന്നത്? മാടനാശാനും കുട്ടിയമ്മയുമാണ്. ആ തൻ്റെ ജീവഗണങ്ങളിലേക്ക്, തൻ്റെ ഊർജഗണങ്ങളിലേക്ക് ഈ ഭഗവാന്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷീഭവിച്ച ആ മാതാപിതാക്കളെ നാം സ്മരിക്കണം. മാടനാശാനെയും കുട്ടിയമ്മയെയും നാം അറിയണം. മാത്രമാണോ, കൃഷ്ണനാശാനിയെ പോലെയുള്ള മാതുലന്മാരെ, രാമനാശാനിയെ പോലെയുള്ള മാതുലന്മാരെ നാം ഓർക്കണം. സതീർത്ഥന്മാരെ നാം ഓർക്കണം. അയ്യാസ്വാമിയെ നാം ഓർക്കണം. അനവധി ഗുരുക്കന്മാർ. ഇവരെയൊക്കെ ഓർക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭക്തിയും നമ്മുടെ സമർപ്പണവും പൂർണ്ണമാവുകയുള്ളൂ. ഇനിയും നമുക്ക് 23 നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. ഇനിയും 24 ശ്ലോകമാണ് നമുക്കിനിയും ചൊല്ലാനുള്ളത്, അപ്പോൾ പഠിക്കാനുള്ളത്. 24 ശ്ലോകത്തിലേക്ക് കയറുമ്പോൾ ആരെയാണ് നമ്മൾ ഇനിയും വർണ്ണിക്കുക? ഭഗവാന്റെ തന്നെ വർണ്ണനയാണ്. ചണ്ടാംശു തുല്യവരതുണ്ടാഭനാമ്പളനി മണ്ണാണ്ട ഷൺമുഖനുടെ കണ്ണാടിതൻ സുഗുണമെണ്ണാമെടുത്തതില വിണ്ടാക സന്നിഭമതായി കണ്ണാലെഴുന്നവരകണ്ടാപരണ്ടിനുടെ ഷണ്ണാം പ്രഭാ നിജയമദ്ദായുധൻ കലുഷമെണ്ണാൻ വരും ദശയിൽ നന്നായി വരേണമകമേ. എങ്ങനെയാണ് ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു മൂർത്തി പ്രവേശിക്കുക? എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ അന്തരാത്മാവിലേക്ക് ശ്രീ മുരുകൻ വന്ന് പ്രത്യക്ഷനായത്? തൻ്റെ ശരീരബോധമെല്ലാം ഇല്ലാതെ നന്നായി വരണം, ധ്യാനിയായി വരണം. ധ്യാനിയായി നിന്നുകൊണ്ട് ഈ ഭൗതിക ലോകത്തെക്കുറിച്ചൊക്കെയുള്ള വിസ്മരിച്ചുകൊണ്ട് തൻ്റെ ശരീരബോധം തന്നെ ഇല്ലാതെയായി തൻ്റെ ആത്മാവ്, തൻ്റെ അന്തർചേതന, തൻ്റെ ഉണ്മ ഭഗവാനിലേക്ക്, മുരുകനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനും ഭക്തനും രണ്ടല്ലാതെ ഒന്നായി തീരുന്ന ആ സന്ദർഭത്തിലാണ് മൂർത്തി രൂപത്തിൽ തൻ്റെ ഇഷ്ടദേവത തനിക്ക് ദർശനം തരിക എന്ന് നാം ഓർത്തുകൊള്ളുക. ഭഗവാനുടെ ഒന്നുകൂടെ വ്യക്തമായി പറയുന്നു, ചണ്ടാംശു തുല്യവരതുണ്ടാഭനം. നോക്കുക, വർണ്ണിച്ച് വർണ്ണിച്ച് വർണ്ണിച്ചു പോകുമ്പോൾ ഒരിക്കലും തൃപ്തി വരുന്നില്ല മഹാഗുരുവിന്. മുരുകന്റെ ആ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചു വരുമ്പോൾ എത്രമാത്രം വർണ്ണിച്ചു കഴിഞ്ഞാലും മതി വരുന്നില്ല. ഇവിടെ പറയാണ്, ചണ്ടാംശു തുല്യവരതുണ്ടാഭനാമ്പളനി മണ്ണാണ്ട ഷൺമുഖനുടെ. ആ പളനിയാകുന്ന മണ്ണ് ആണ്ടിടുന്ന, അടക്കി ഭരിക്കുന്ന ആ ഷൺമുഖനുടെ മുഖകമലത്തിന്റെ സൗന്ദര്യം എത്രമാത്രമാണ്? ചണ്ടാംശു തുല്യമാണ്. ചണ്ടാംശു എന്ന് പറഞ്ഞാൽ സൂര്യകിരണങ്ങളെ പോലെ, ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ, പ്രഭചരിഞ്ഞു നിൽക്കുന്ന സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്നവർ. ചണ്ടാംശു തുല്യവര തുണ്ടാഭനാം. ഭഗവാന്റെ ആഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗി, മുഖശ്രീ, ആ മഹത്വം. ചണ്ടാംശുതിൽ സൂര്യൻ, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന് തുല്യമാണ് ഭഗവാന്റെ തിരുമുഖം. സുബ്രഹ്മണ്യന്റെ തിരുമുഖം അത്രമാത്രം മനോഹരമാണ്, അത്രമാത്രം തേജോമയമാണ്. ആരാണത്? പളനി മണ്ണാണ്ട് നിൽക്കുന്ന ഷൺമുഖന്റെ മുഖത്തെ കുറിച്ചാണ് പറയുക. സൂര്യനേക്കാളും പ്രഭചരിഞ്ഞ് നിൽക്കുന്ന മറ്റൊരു സൂര്യനെ നിങ്ങൾക്ക് കാണണമോ? അങ്ങനെയുണ്ടെങ്കിൽ പളനീപുരത്തേക്ക് ചെല്ലുക, ഭഗവാന്റെ തിരുമുഖത്തിലേക്ക് നോക്കുക. കോടി സൂര്യ പ്രഭ വിടർത്തിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മണ്ണാണ്ട ഷൺമുഖനുടെ കണ്ണാടി തൻ സുഗുണമെണ്ണാമെടുത്തതിലെ വിണ്ടാക സന്നിമതായി. ഷൺമുഖന്റെ കണ്ണാടിയുടെ സുഗുണത്തോടു കൂടിയതാണ് ഭഗവാന്റെ. ഒരു കണ്ണാടി പോലെയാണ്.
ഒരു കണ്ണാടി എന്താണ്? ഒരു കണ്ണാടിയിലേക്ക് ഒരു പ്രകാശം ചെന്ന് പതിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇരട്ടി പ്രകാശത്തെ അത് പ്രതിഫലിപ്പിക്കും. ഭഗവാന്റെ മുഖകാന്തി എന്താണ്? കണ്ണാടി പോലെ തിളങ്ങുന്നതാണ്. എത്രമാത്രം പ്രകാശകിരണങ്ങൾ അതിലേക്ക് പതിക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി പ്രകാശകിരണങ്ങളെ പ്രതിഫലിപ്പിക്കും ഒരു കണ്ണാടി എന്നതുപോലെ ഭഗവാന്റെ മുഖകമലത്തിൻ്റെ പ്രഭയും അത്രമാത്രം മനോഹരമാണ്, ഉജ്ജ്വലമാണ്, മനോഹാരിതയുള്ളതാണ്. സുഗുണമെണ്ണാം എടുത്ത തിലപിണ്ടാക. ഇനിയും ഇവിടെ പറയുകയാണ്, കയ്യാൽ എടുത്തു വെച്ചിരിക്കുന്ന തിലപിണ്ടാക സന്നിഭമതായി. തിലപിണ്ടാകം എള്ളിന്റെ മുഴുപ്പിന് സദൃശ്യമായിരിക്കുന്നു ഭഗവന്റെ കണ്ണുകൾ, തൃക്കണ്ണുകൾ. ഒരു എള്ളിൻ പൂവ്, അങ്ങ് അകലെ ആകാശത്തിൽ ഒരു എള്ളിൻ പൂവ് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന് എത്രമാത്രം വലിപ്പം കാണും? ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ണുകൾ വളരെ സൂക്ഷ്മമാണ്. നിങ്ങൾ നോക്കുക, ഭഗവാന്റെ കണ്ണുകളെ കുറിച്ച് ഇവിടെ വർണ്ണിക്കുമ്പോഴേ അതിസൂക്ഷ്മമായിരിക്കുന്ന വളരെ ചെറുതായിരിക്കുന്ന കണ്ണുകൾ. വലിയ ചെറുതായിരിക്കുന്ന കണ്ണുകൾ എന്ന് പറയുമ്പോൾ അതിനൊരു സവിശേഷതയുണ്ട്. ആ കണ്ണുകളാണ് സൂക്ഷ്മമായ വസ്തുക്കളെ പോലും വളരെയേറെ തീവ്രതയോട് കണ്ടെത്താൻ കഴിയുന്ന കണ്ണുകൾ. ഇതാണ് വളരെ ചെറിയ കണ്ണുകളാണ്. ആ കണ്ണുകളുടെ വലിപ്പം എത്രമാത്രം കുറയുന്നുവോ അത്രമാത്രം തീഷ്ണത, അത്രമാത്രം അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിച്ചിരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ വളരെ ചെറുതാണ്. ആനയുടെ കണ്ണുകൾ ചെറുതാണ് എന്ന് പറയുന്നത് പോലെ സുബ്രഹ്മണ്യ ഭഗവാന്റെ കണ്ണുകൾ വളരെ ചെറുതാണ്. പക്ഷേ നിങ്ങൾ ഒന്ന് ഓർക്കുക, 12 കണ്ണുകളുണ്ട് അവന്. ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഏത് സൂക്ഷ്മ വസ്തുക്കളെയും സ്ഥൂല വസ്തുക്കളെയും അവന്റെ കണ്ണാൽ അവന് കാണാൻ കഴിയുന്നതാണ്. സുഗുണമെണ്ണാം, എല്ലാത്തിനെയും എണ്ണി അറിയാം, എല്ലാത്തിനെയും കണ്ടറിയാം, എല്ലാത്തിനെയും സൂക്ഷ്മമായതിനെ പോലും സുഗുണമെണ്ണാം, എല്ലാ ഗുണത്തോടു കൂടിയതെയും എണ്ണി അറിയുന്ന ആ തൃക്കണ്ണുകൾ. കണ്ണാലിടുന്നവരെ ഗണ്ഡാഭ, അതുപോലെ തന്നെ അവന്റെ കവിൾത്തടത്തിന്റെ ശോഭ. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾത്തടമാണ്. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾത്തടം, ആഭ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. അങ്ങനെയാ ആ 12 കണ്ണുകളോട് കൂടിയിരിക്കുന്ന 6 മുഖത്തോടു കൂടിയിരിക്കുന്ന ആ ഭഗവാന്റെ ആ തൃക്കവിളുകളൊന്ന് നിങ്ങൾ നോക്കുക. ആ കവിളുകളുടെ മനോഹാരിത നിങ്ങളൊന്ന് നോക്കുക. ഗണ്ഡാഭ രണ്ടിനുടെ ഷണ്ണാം, അത് ഈ 6 മുഖത്തിനും ന്റെയും മനോഹാരിത നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. വരൂ, കാണൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ ക്ഷണിക്കുക. പ്രഭാനിചയം, അതിന്റെ പ്രഭാപുരം, പ്രഭാനിചയം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഒരു കുത്തൊഴുക്ക്, അതിന്റെ ഒരു കൂട്ടം, അത് പ്രഭാപൂരം, പ്രഭാനിചയം. അതിൽ നിന്ന് പ്രവഹിക്കുന്ന ആ പ്രവാഹത്തിന്റെ തീവ്രത, മനോഹാരിത. ദണ്ഡായുധൻ ആരാണ്? ആ ദണ്ഡായുധൻ, ആ വേല് കയ്യിൽ ദണ്ഡം ആയുധമാക്കി വെച്ചിരിക്കുന്നവൻ ഭഗവാൻ ശ്രീ മുരുകൻ. കലുഷമെണ്ണാൻ വരും ദശയിൽ അവൻ വരും. 6 കൈ ഉടലും 12 കൈകളും 12 കണ്ണുകളും ഉദിച്ചുയർന്ന സൂര്യനേക്കാളും പ്രഭ വരുത്തുന്ന മുഖകാന്തിയുമുള്ള അവൻ നിന്റെ അടുത്തേക്ക് വരും. കലുഷം എണ്ണാൻ വരും. എപ്പോൾ? നീ ധ്യാനിയായി നിൽക്കണം, നീ ഏകാഗ്രപ്പെട്ട് നിൽക്കണം, നീ സമർപ്പിത ചേതസ്സായിട്ട് നിൽക്കണം, അകമേ നന്നായി വരണം. നിന്റെ അന്തരാത്മാവ് കൊണ്ട് നിശ്ചലമാക്കിക്കൊണ്ട് നീ ധ്യാനനിരതനായി നിൽക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് അവൻ പ്രത്യക്ഷപ്പെടും. അപ്പോൾ മാത്രമേ അവൻ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഉചിതമായ വണ്ണത്തിൽ അവൻ നിന്നെ കടാക്ഷിക്കുകയുള്ളൂ. എന്നിട്ട് നീ പാകമായി നിൽക്കണം. നിന്റെ അന്തരാത്മാവിൽ എല്ലാ ഭേദചിന്തകളും, എല്ലാ സംഘർഷ ചിന്തകളും, എല്ലാ കലുഷ ചിന്തകളെയും മാറ്റിവെച്ചുകൊണ്ട് ഭഗവാന്റെ തിരുരൂപം മാത്രം നിറച്ചു നിർത്തിക്കൊണ്ട് സൗന്ദര്യത്തിന്റെ തികവാർന്നു നിൽക്കുന്ന ആ പളനീശനായിരിക്കുന്ന ഭഗവാന്റെ തിരുരൂപം നിറച്ചു നിൽക്കുമ്പോൾ അവൻ അവിടേക്ക് കടന്നു വരും. ദണ്ഡായുധ പാണിയായിരിക്കുന്ന അവൻ ആ മാമയിലിന്മേലേറി പറന്ന് നിന്റെ അന്തരാത്മാവിലേക്ക് വന്ന് അവതരിക്കും. അകമേ നന്നായി വരേണം, അകമേ ധ്യാനിക്കാനുള്ള ഭാഗ്യമുണ്ടാകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 24ാമത്തെ ശ്ലോകം കൂടി ഇവിടെ അവസാനിക്കുക. ഇനി നമുക്ക് ഒരു ശ്ലോകം കൂടി എടുക്കാൻ നമുക്ക് സമയം ദൗർലഭ്യമുള്ളതുകൊണ്ട് നമുക്ക് ഈ 24ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്കിവിടെ നിർത്താം. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു ക്ലാസ് നടത്താൻ കഴിയാതെ പോയതിൽ ഉള്ള ഒരു ക്ഷമാപണം കൂടെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ്. എന്തായാലും നമുക്ക് ഈ ക്ലാസ് ഇവിടെ സമർപ്പിക്കുന്നു.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.